യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 32. നീതിയുടെ രാജാവ്. ഒരു രാജാവ് ധർമ്മനിഷ്ഠയോടെ ഭരണം നടത്തും. പ്രഭുക്കന്മാർ നീതിയോടെ ഭരിക്കും. അവർ കാറ്റിൽ നിന്ന് ഒളിക്കാനുള്ള സങ്കേതം പോലെയും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭയസ്ഥാനം പോലെയുമായിരിക്കും. വരണ്ട സ്ഥലത്ത് അരുവി പോലെയും മരുഭൂമിയിൽ പാറക്കെട്ടിൻ്റെ തണൽ പോലെയുമായിരിക്കും. കാണുന്നവൻ കണ്ണു ചിമ്മുകയില്ല, കേൾക്കുന്നവൻ ചെവി ഓർത്തു നിൽക്കും. അവിവേകികൾ ശരിയായി വിധിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. ഭോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല. വഞ്ചകനെ ബഹുമാന്യനെന്ന് വിളിക്കുകയില്ല. വിഡ്ഢി ഭോഷത്വം സംസാരിക്കുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നതിനും കർത്താവിനെ ദുഷിച്ച് സംസാരിക്കുന്നതിനും വിശക്കുന്നവനെ പട്ടിണിയിടുന്നതിനും ദാഹിക്കുന്നവന് ജലം നിഷേധിക്കുന്നതിനും അവൻ്റെ മനസ്സ് ദുഷ്ടമായി നനയ്ക്കുന്നു. വഞ്ചകൻ്റെ വഞ്ചനകൾ തിന്മയാണ്. അഗതിയുടെ അപേക്ഷ ന്യായയുക്തമായിരിക്കുമ്പോൾ പോലും വാക്കുകൾ കൊണ്ട് അവനെ നശിപ്പിക്കാൻ വഞ്ചകൻ ദുരാലോചന നടത്തുന്നു. കുലീനൻ കുലീനമായ കാര്യങ്ങൾ നനയ്ക്കുന്നു. ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ നിലകൊള്ളുന്നു. അലസരായ സ്ത്രീകളെ, എഴുന്നേറ്റ് എൻ്റെ സ്വരം ശ്രവിക്കുവീൻ. അലംഭാവം നിറഞ്ഞ പുത്രിമാരെ, എൻ്റെ വാക്കിന് ചെവി തരുവീൻ. അലംഭാവം നിറഞ്ഞ സ്ത്രീകളെ, 1 വർഷത്തിലേറെ ആകുന്നതിന് മുൻപ് നിങ്ങൾ വിറകൊള്ളും. എന്തെന്നാൽ മുന്തിരി വിളവ് നശിക്കും, വിളവെടുപ്പുണ്ടാവുകയില്ല. അലസരായ സ്ത്രീകളെ, വിറകൊള്ളുവീൻ. അലംഭാവം നിറഞ്ഞവരെ, നടുങ്ങുവീൻ. വസ്ത്രം ഉരിഞ്ഞുകളഞ്ഞ് അരയിൽ ചാക്കുടുക്കുവീൻ. മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിത്തോട്ടത്തെയും ചൊല്ലി മാറത്തടിച്ച് വിലപിക്കുവീൻ. മുള്ളും മുൾച്ചെടിയും നിറഞ്ഞ എൻ്റെ ജനത്തിൻ്റെ മണ്ണിനെ ചൊല്ലി, സന്തുഷ്ടമായ നഗരത്തിലെ സന്തുഷ്ട ഭവനങ്ങളെ ചൊല്ലി വിലപിക്കുവീൻ. ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലും ഫലപുഷ്ടിയുള്ള വയൽ വനവുമായി മാറുകയും ചെയ്യുന്നതുവരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും. ജനസാന്ദ്രതയുള്ള നഗരം വിജനമാകും. കുന്നുകളും കാവൽ മാടങ്ങളും വന്യമൃഗങ്ങളുടെ ഗുഹകളായി മാറും. അവ കാട്ടുകഴുതകളുടെ സന്തോഷവും ആടുകളുടെ മേച്ചിൽപ്പുറവും ആകും. അപ്പോൾ മരുഭൂമിയിൽ നീതി വസിക്കും. ഫലപുഷ്ടിയുള്ള വയലിൽ ധർമ്മനിഷ്ഠ കുടികൊള്ളും. നീതിയുടെ ഫലം സമാധാനമായിരിക്കും. നീതിയുടെ പരിണതഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയുമായിരിക്കും. എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും. സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. വനം നിശേഷം നശിക്കുകയും നഗരം നിരംപതിക്കുകയും ചെയ്യും. ജലാശയങ്ങൾക്കരികെ വിതയ്ക്കുകയും കാളകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചുവിടുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യം. പ്രിയ ദൈവജനമേ, യഹൂദ രാജ്യം അസീറിയൻ ആക്രമണത്തിൻ്റെ ഭീഷണിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് യേശയ്യാ പ്രവാചകൻ ഈ സന്ദേശം 32-ാം അധ്യായത്തിൽ നൽകുന്നത്. ഹിസ്കിയ പ്രവാചാവിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ ലൗകിക ശക്തികളിൽ ആശ്രയിച്ചപ്പോൾ നീതിമാനും ദൈവഭയമുള്ളവനുമായ ഒരു രാജാവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവാചകൻ മുൻകൂട്ടി അറിയിക്കുകയാണ്. കേവലം ഒരു ഭൗതിക ഭരണാധികാരിയെ അല്ല, മറിച്ച് തൻ്റെ ജനത്തിന് തണലും കോട്ടയുമാകുന്ന മിശിഹായെയാണ് ഇവിടെ ദർശിക്കാൻ സാധിക്കുക. ലോകം അനീതിയിൽ മുങ്ങുമ്പോഴും ദൈവം തൻ്റെ ജനത്തെ കൈവിടില്ലെന്ന വലിയ സത്യം ഈ അധ്യായത്തിൻ്റെ ആരംഭം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
അസീറിയൻ പ്രവാസത്തിൻ്റെ കഠിനമായ വേദനകൾക്കിടയിലും പ്രത്യാശയുടെ ഒരു തിരുനാളം കൊളുത്താൻ പ്രവാചകൻ പരിശ്രമിക്കുന്നത് ഇവിടെ കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ മുൻപിൽ വിശ്വസ്തത പുലർത്തുന്നവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ സമാധാനത്തിൻ്റെ ഒരു വിളംബരമാണിത്. ചരിത്രപരമായ ഈ സന്ദർഭം ഇന്നും നമ്മെ പഠിപ്പിക്കുന്നത് ലൗകിക ശക്തികളിലല്ല, മറിച്ച് ദൈവത്തിലാണ് നമ്മുടെ ഏക രക്ഷ എന്ന് ഉള്ളതാണ്. നീതിമാനായ രാജാവിൻ്റെ ഭരണം തുടങ്ങുമ്പോൾ ജനങ്ങളുടെ ആത്മീയമായ അന്ധത മാറുമെന്നും അവർ സത്യം തിരിച്ചറിയുമെന്നും പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട്. വരാനിരിക്കുന്ന മിശിഹായുടെ വാഴ്ചയിൽ ഭോഷൻ മാന്യനായി വിളിക്കപ്പെടുകയില്ലെന്നും വഞ്ചകൻ്റെ കാപഢ്യം വെളിപ്പെടും എന്നും ഉള്ള പ്രവചനം ക്രിസ്തുവിൽ പൂർത്തിയായ ഒരു കാര്യമാണ്. തൻ്റെ ജനത്തോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന പ്രവാചകൻ്റെ ഹൃദയം ഇവിടെ കരുണയുടെയും നീതിയുടെയും വക്താവായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ഭാഗികമായി നടന്ന ഈ മാറ്റം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ പൂർണ്ണമായ ആത്മീയാർത്ഥം കൈവരിച്ചു. ദൈവജനത്തിന് ഒരു അഭയസ്ഥാനമായി ക്രിസ്തു മാറുമെന്നും ആത്മീയദാഹമുള്ളവർക്ക് അവിടുന്ന് അരുവിയാകുമെന്നും യേശയ്യാ പ്രവാചകൻ ഉറപ്പിച്ചു പറയുന്നു. സഭയുടെ പാരമ്പര്യത്തിൽ ഈ അധ്യായം ക്രിസ്തുവിൻ്റെ ഭരണാധിപത്യത്തിൻ്റെ മഹത്തായ അടയാളമായിട്ടാണ് ഇന്നും കരുതപ്പെടുന്നത്. പതറാത്ത വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കായി കാത്തിരിക്കാൻ ഈ പ്രവചനം, ഈ 32-ാം അധ്യായത്തിലെ പ്രവചനം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. സുഖലോലുപതയിലും അശ്രദ്ധയിലും കഴിയുന്ന യഹൂദായുടെ പുത്രിമാരെ പ്രവാചകൻ ഈ അധ്യായത്തിൽ ശക്തമായി ശാസിക്കുന്നു, നിശ്ചിതമായി വിമർശിക്കുന്നു. കർത്താവിൻ്റെ വിധി ആസന്നമായിരിക്കെ പാപത്തിൽ തുടരുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന ശൂന്യതയെക്കുറിച്ച് അദ്ദേഹം ധീരമായി സംസാരിക്കുന്നു. തിന്മയോടുള്ള ദൈവത്തിൻ്റെ ക്രോധവും അനീതിക്കെതിരെയുള്ള അവിടുത്തെ വിധിയും യേശയ്യായുടെ വാക്കുകളിൽ മുഴങ്ങിക്കേൾക്കാം. ആത്മീയമായ ആലസ്യത്തിൽ മുഴുകുന്ന ഏതൊരു തലമുറയ്ക്കും ഈ താക്കീത് ഇന്നും ഒരു വലിയ മുന്നറിയിപ്പാണ്. പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ വിധി അനിവാര്യമാണെങ്കിലും അത് മാനസാന്തരത്തിലേക്കുള്ള ഒരു വിളിയാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ ആഡംബരങ്ങളും അഹങ്കാരവും വെടിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങാൻ പ്രവാചകൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അനീതിക്കും പാപത്തിനുമെതിരെയുള്ള ദൈവത്തിൻ്റെ നീതിനിഷ്ഠമായ ഇടപെടൽ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. എന്നാൽ ഈ ശിക്ഷാവിധികൾക്കപ്പുറം പരിശുദ്ധാത്മാവിൻ്റെ വർഷത്തെക്കുറിച്ചുള്ള വലിയൊരു വാഗ്ദാനം പ്രവാചകൻ നമുക്ക് നൽകുന്നുണ്ട്. ഉന്നതത്തിൽ നിന്ന് ആത്മാവ് പകരപ്പെടുമ്പോൾ മരുഭൂമി ഫലഭൂയിഷ്ടമായ വയലാകും എന്ന സന്ദേശം ദൈവത്തിൻ്റെ അനന്തമായ കരുണയെയാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥമായ സമാധാനം നീതിയുടെ ഫലമാണെന്നും അത് നിത്യമായ സുരക്ഷിതത്വം നൽകുമെന്നും പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തകർക്കപ്പെട്ട ഹൃദയങ്ങളെ സൗഖ്യമാക്കാനും ശൂന്യമായ ഇടങ്ങളെ തോട്ടമാക്കി മാറ്റാനും ദൈവത്തിൻ്റെ കൃപയ്ക്ക് സാധിക്കുമെന്ന് ഇവിടെ വ്യക്തമാണ്. ക്രിസ്തുവിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ ഓരോ വിശ്വാസിയും വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രതിസന്ധികളിലും തളരാതെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാൽ അവിടുന്ന് നമുക്ക് വലിയ വിടുതൽ നൽകും, ഉറപ്പ്. പ്രത്യാശയുടെ ഈ സന്ദേശം ഏത് ഇരുണ്ട സാഹചര്യത്തിലും നമുക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ 32-ാം അധ്യായം നൽകുന്ന ആത്മീയ ഉണർവ് ക്രിസ്തുവിൻ്റെ 2-ാം വരവിനായി ഒരുങ്ങാൻ നമ്മെ ശക്തമായി പ്രേരിപ്പിക്കട്ടെ. ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ, ലോകത്തിൻ്റെ ജഡികാസക്തികളിൽ മയങ്ങിക്കിടക്കാതെ ഉണർന്നിരിക്കാനും നീതിയുടെ പാതയിൽ സഞ്ചരിക്കാനും നാം കടപ്പെട്ടവരാണ്. കർത്താവ് വരുമ്പോൾ സമാധാനത്തിൻ്റെ വാസസ്ഥലങ്ങളിൽ വസിക്കാൻ, അവിടുത്തെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നാം നേരിടുന്ന ജീവിത ക്ലേശങ്ങൾക്കിടയിലും കർത്താവിൻ്റെ നീതിയും കരുണയും നമ്മെ വഴി നടത്തും എന്നതിൽ ഒരു സംശയവും വേണ്ട. ക്രിസ്തുവാകുന്ന പാറയുടെ തണലിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പുതുജീവനിലേക്ക് നമുക്ക് ചുവടുവെക്കാം. വരാനിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ മുൻകൂട്ടിയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ തിരുവചനങ്ങൾ സഹായിക്കട്ടെ. ഈടുറ്റ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ദൈവരാജ്യത്തിനായി കാത്തിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.